നമസ്കാരം. പ്രധാന വാർത്തകൾ. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സ്കൂളിൽ വിളിച്ചു ചേർത്ത യോഗത്തിലും സംഘർഷാവസ്ഥ. മാനേജ്മെന്റിനെതിരെ തുറന്നടിച്ച് രക്ഷിതാക്കൾ. സ്കൂളിലെ 2 ടീച്ചർമാരെ കൂടി പുറത്താക്കി. ബാലാവകാശ കമ്മീഷൻ വെള്ളിയാഴ്ച സ്കൂൾ സന്ദർശിക്കും. ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിനി ആശ്രിനന്ദയുടെ മാതാപിതാക്കളെ KTDC ചെയർമാൻ PK ശശിയും K പ്രേംകുമാർ MLAയും സന്ദർശിച്ചു. വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് PK ശശി. കുറ്റക്കാർക്കെതിരെ തക്കതായ നടപടി ഉറപ്പുവരുത്തുമെന്ന് K പ്രേംകുമാർ MLA. അങ്ങാടിപ്പുറത്തെ റോഡ് തകർച്ചയും ഗതാഗത കുരുക്കും. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഇതുവഴി ഓടുന്ന സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി. ബസ്സുകാരുമായി ADM നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. പണിമുടക്ക് വെള്ളിയാഴ്ചയും തുടരും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കും സ്റ്റേഷനറി, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ നൽകി വ്യാജരേഖ ചമച്ച് 35 ലക്ഷം രൂപയോളം തട്ടിയെടുത്തയാൾ പെരിന്തൽമണ്ണയിൽ അറസ്റ്റ്. പുലാമന്തോൾ ത്രിവേണി സൂപ്പർമാർക്കറ്റിലെ ദിവസവേതനക്കാരൻ വിനീതാണ് അറസ്റ്റിലായത്. മാതൃകാപരമായി സ്ത്രീകളെ സംരക്ഷിക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി J ചിഞ്ചുറാണി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ പ്രശ്നങ്ങളിൽ ശക്തമായ നടപടിയെടുക്കുന്ന സർക്കാരാണ് കേരളത്തിലേതെന്നും മന്ത്രി. ഗായത്രി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം ഭാരതപ്പുഴയിൽ നിന്നും കണ്ടെത്തി. പട്ടാമ്പിയിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. കാവശ്ശേരി കഴനി സ്വദേശി 21 വയസ്സുള്ള പ്രണവാണ് മരിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് വീണ്ടും വൻ പ്രതിഷേധം. സ്കൂളിലേക്ക് SFI നടത്തിയ മാർച്ചിൽ പോലീസുമായി സംഘർഷമുണ്ടായി. തുടർന്ന് നടന്ന PTA യോഗത്തിലും നാടകീയ രംഗങ്ങളും സംഘർഷാവസ്ഥയുമുണ്ടായി. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി നാട്ടുകൽ സ്വദേശിയായ ആശ്രിനന്ദയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട നാടകീയ രംഗങ്ങളാണ് വ്യാഴാഴ്ച അരങ്ങേറിയത്. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിഷേധത്തെ തുടർന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വ്യാഴാഴ്ച PTA യോഗം വിളിച്ചിരുന്നു. യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ SFIയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച് സ്കൂളിലെത്തി. ഇത് തടഞ്ഞ പോലീസുമായി വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയാണ് സ്കൂളിന് മുമ്പിൽ നടന്നത്. പോലീസ് ബാരിക്കേഡ് മറികടന്ന് SFI പ്രവർത്തകർ സ്കൂളിലേക്ക് കടക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു. സ്കൂളിന്റെ ഗേറ്റ് അടച്ചതോടെ മതിൽ ചാടി അകത്ത് കടന്ന SFI പ്രവർത്തകരെ പോലീസ് പുറത്താക്കി. തുടർന്ന് ഏറെ നേരം നീണ്ടുനിന്ന വാക്പോരിനൊടുവിൽ എല്ലാ സംഘടനകളിൽ നിന്നും 3 പ്രതിനിധികൾക്ക് വീതം സ്കൂളിനകത്ത് കടന്ന് ചർച്ചയിൽ പങ്കെടുക്കാൻ പോലീസ് അനുമതി നൽകി. തുടർന്ന് നടന്ന PTA യോഗത്തിലും വലിയ പ്രതിഷേധമാണ് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നിലവിലുള്ള PTA പിരിച്ചുവിടണമെന്നും യോഗത്തിൽ പങ്കെടുത്ത രക്ഷിതാക്കളെ ഉൾപ്പെടുത്തി പുതിയ PTA രൂപീകരിക്കണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. കൂടാതെ സ്കൂളിൽ ഓരോ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കൗൺസിലിംഗ് ഉറപ്പാക്കണമെന്നും പരാതിപ്പെട്ടി ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ച് കൃത്യമായ മേൽനോട്ടം ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയരായി നിലവിൽ സസ്പെൻഡ് ചെയ്ത അധ്യാപകരെ പുറത്താക്കണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. തുടർന്ന് ഓരോ ക്ലാസുകളിൽ നിന്നും 2 വീതം രക്ഷിതാക്കളെ തെരഞ്ഞെടുത്ത് PTA രൂപീകരിച്ചു. മരണപ്പെട്ട വിദ്യാർത്ഥിനിയോട് ആദരവ് കാണിക്കാൻ പോലും സ്കൂൾ മാനേജ്മെന്റ് തയ്യാറായില്ലെന്ന ആരോപണവും യോഗത്തിൽ പങ്കെടുത്തവർ ഉന്നയിച്ചു. എന്തുകൊണ്ട് ഇവിടെ LKG മുതൽ പഠിച്ച വിദ്യാർത്ഥി എന്റെ പ്രിയപ്പെട്ട മകൾ ഇവിടെ മരിച്ചു പോയിട്ട് ആ ഒരു വിവരം ഈ ഗ്രൂപ്പിനെ അറിയിക്കാൻ മാനേജ്മെന്റിന് എന്തായിരുന്നു എന്ന ബുദ്ധിമുട്ട്.
വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ആരോപണ വിധേയരായ 2 അധ്യാപികമാരെ കൂടി പുറത്താക്കി ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂൾ മാനേജ്മെന്റ്. സ്കൂൾ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് PTA അറിയിച്ചു. സ്കൂളിൽ വെള്ളിയാഴ്ച ബാലാവകാശ കമ്മീഷൻ സന്ദർശിക്കും. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത നാട്ടുകൽ സ്വദേശിനി 9ാം ക്ലാസ്സുകാരിയായ ആശ്രിനന്ദയുടെ മരണത്തിൽ ആരോപണ വിധേയരായ 2 അധ്യാപികമാരെ കൂടിയാണ് മാനേജ്മെന്റ് പുറത്താക്കിയത്. കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൽ ഉൾപ്പെടെ 3 പേരെ മാനേജ്മെന്റ് പുറത്താക്കിയിരുന്നു. ആശ്രിനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകളുടെയും രക്ഷിതാക്കളുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് സ്കൂളിലുണ്ടായത്. ഇതേ തുടർന്ന് വിളിച്ച PTA യോഗത്തിലാണ് 2 അധ്യാപികമാരെ കൂടി പുറത്താക്കിയതായി മാനേജ്മെന്റ് അറിയിച്ചത്. ആദ്യഘട്ടത്തിൽ അധ്യാപികമാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനായിരുന്നു തീരുമാനം. എന്നാൽ വിദ്യാർത്ഥി സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നതോടെ അധ്യാപികമാരെ പിരിച്ചുവിട്ടതായി മാനേജ്മെന്റ് പ്രഖ്യാപിക്കുകയായിരുന്നു. എല്ലാവരുടെയും ആവശ്യപ്രകാരം നമ്മളൊരു പുതിയ വളരെ ഇഫക്റ്റീവും എഫിഷ്യൻറ്റും ആയിട്ടുള്ള PTA എക്സിക്യൂട്ടീവിനെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി നിങ്ങൾ പറഞ്ഞ എല്ലാ കൺസേൺസും മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നമ്മൾ പറഞ്ഞ എല്ലാ കാര്യത്തെയും അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണ് ഈ PTA ഇന്ന് മാത്രമല്ല കൂടുക, ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ അവരുടെ സേവനം ഈ സ്കൂളിൻ്റെ ഏറ്റവും സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം അവർ ഉറപ്പാക്കിയിട്ടുണ്ട്. ഏറ്റവും നല്ല ആളുകളെ തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. അവർ വളരെ വിജിലൻ്റ് ആണ് ഇത്തരം കാര്യങ്ങളിൽ. അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം PTAയുടെ ഏതാനും കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തെ നിങ്ങളെ അറിയിക്കുകയാണ്. അതിൽ ഒരു തീരുമാനം മാത്രം ഞാൻ പറയാം. തിങ്കളാഴ്ച നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചതുപോലെ നമ്മുടെ സ്കൂൾ ഏറ്റവും ഇഫക്റ്റീവായിട്ട് തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിരിക്കുന്നു. ബാക്കി ഉള്ള കാര്യങ്ങളെ പറയാൻ വേണ്ടിയിട്ട് പ്രസിഡന്റിനെ, പുതിയ PTA പ്രസിഡന്റിനെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. ഇതേപോലെ നമ്മുടെ പുതിയ PTAയുടെ പ്രസിഡന്റ് ശ്രീ രാംദാസ് ആണ്. അപ്പൊ രാംദാസിന് ഞാൻ മൈക്ക് കൈമാറുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഇത്രയും 2 മണി മുതൽ ഇവിടെ നടത്തി വന്ന പോരാട്ടങ്ങളിൽ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള പേരൻസുകൾ, ബാക്കിയുള്ള എല്ലാ സംഘടനകളാണെങ്കിലും ശരി, എല്ലാവരാണെങ്കിലും ശരി, വളരെ നമുക്ക് ആദ്യം തന്നെ ഒരേ ഒരു പോയിന്റേ ഉള്ളൂ. ആ പോയിന്റുകൾ ഞങ്ങൾ മാനേജ്മെന്റിന് മുന്നിൽ അവതരിപ്പിക്കുകയും അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം മാനേജ്മെന്റ് തരികയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്നുള്ള ഈ ഒരു PTA അവരുടെ മുന്നിൽ വെച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് PTA പ്രസിഡന്റ് എന്ന നിലയിൽ. ആദ്യം തന്നെ നമ്മളുടെ ആശ്രിനന്ദയുടെ ഒരു മരണമൊഴിയിൽ ഉണ്ടായിരുന്ന 5 ടീച്ചർമാരുടെ പേരുകൾ പറയുന്നു എന്ന് പറഞ്ഞതിൽ 3 പേരെ ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. എന്നാൽ അന്വേഷണ വിധേയമായി 2 പേരെ കൂടി സസ്പെൻഡ് ചെയ്യാൻ അതിന്റെ കാരണം മാനേജ്മെന്റ് ഭാഗത്ത് ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കുന്നുണ്ട്. പ്ലീസ് ഈ ലിസ്റ്റിൽ പേര് വന്നിരിക്കുന്ന എല്ലാ അധ്യാപകരെയും ഡിസ്മിസ് ചെയ്യുന്നതാണ്.
ഹലോ, എന്തായാലും മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ആവശ്യപ്പെട്ട അത് ഇപ്പൊ തന്നെ 5 ടീച്ചർമാരെ ഡിസ്മിസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷി എല്ലാവർക്കും ഇതിന്റെ പേരിൽ നന്ദി. നിങ്ങൾ ആദ്യം ഞങ്ങളുടെ കാര്യം മനസ്സിലാക്കും. ഇനി ഞങ്ങളുടെ ബാക്കി സ്കൂൾ തുറക്കേണ്ട പാരന്റ്സിന്റെ ആവലാതികൾ കൂടി മനസ്സിലാക്കും. നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു. ബാക്കിയുള്ള കാര്യത്തില് ഇപ്പോ ഇതൊരു മൺഡേ നമ്മൾ സ്കൂൾ ഓപ്പൺ ചെയ്യും. മൺഡേ സ്കൂൾ ഓപ്പൺ ചെയ്തത് ഉടൻ തന്നെ അസംബ്ലി ഉണ്ടായിരിക്കും. അസംബ്ലിയിൽ ആശിർ നന്ദയ്ക്ക് എല്ലാവിധ അനുശോചനങ്ങളും അറിയിച്ചുകൊണ്ട് ആ കുട്ടിയുടെ ഫോട്ടോ വെച്ച് പൊതു അസംബ്ലി ആയിട്ട് തന്നെ നടത്താൻ മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ആശിർ നന്ദയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ച പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള 5 അധ്യാപികമാരെയും നിലവിൽ പുറത്താക്കിയിട്ടുണ്ട്. പ്രിൻസിപ്പൽ ജോയ്സി, അധ്യാപികമാരായ അർച്ചന, അമ്പിളി, തങ്കം, സ്റ്റെല്ല ബേബി തുടങ്ങിയവരെയാണ് പുറത്താക്കിയത്. വ്യാഴാഴ്ച വിളിച്ചു ചേർത്ത PTA യോഗത്തിൽ നിലവിലുള്ള PTA പിരിച്ചുവിട്ട് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കണമെന്നായിരുന്നു രക്ഷിതാക്കളുടെ പ്രധാന ആവശ്യം. ഇതുപ്രകാരം സി രാംദാസ് പ്രസിഡന്റായും ചിത്ര രാജേഷിനെ വൈസ് പ്രസിഡന്റായുമുള്ള പുതിയ PTA രൂപീകരിച്ചു. പുതിയ PTA നടത്തിയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ സ്കൂൾ തിങ്കളാഴ്ച മുതൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കാനും തിങ്കളാഴ്ച ആശിർ നന്ദയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തി പൊതു അസംബ്ലി നടത്താനും മരണപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് മാനേജ്മെന്റിൽ നിന്നുള്ള ധനസഹായം എത്തിക്കാനും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉൾപ്പെടെയുള്ളവ സജ്ജീകരിക്കാനും തീരുമാനമെടുത്തു. അതേസമയം വിഷയത്തിൽ ബാലാവകാശ കമ്മീഷനും ഇടപെട്ടു. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ വെള്ളിയാഴ്ച രാവിലെ സ്കൂളും മരിച്ച കുട്ടിയുടെ വീടും സന്ദർശിക്കും. PTA നിലവിൽ വന്നു. ഒരു PTA പ്രസിഡന്റ് എന്നുള്ള ഞാൻ, ഒരു 2 വൈസ് പ്രസിഡന്റുമാർ, 5 എക്സിക്യൂട്ടീവ് മെമ്പർ, അങ്ങനെ 23 പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ PTA ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തത്. നമ്മുടെ ആവശ്യങ്ങൾ മാനേജ്മെന്റ് ഇപ്പോൾ 100% അംഗീകരിച്ചു. ആ പേര് പറഞ്ഞ എല്ലാ ടീച്ചർമാരെയും ഡിസ്മിസ് ചെയ്തു. അതിന് അപ്പുറം പിന്നെ നമ്മൾ ഇനി മൺഡേ സ്കൂൾ റീ ഓപ്പണിംഗ് ആണ്. ഈ മൺഡേ ആശിർ നന്ദയ്ക്ക് എല്ലാവിധ അനുശോചനങ്ങളും അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പൊതു അസംബ്ലി ഇവിടെ നടത്തും. അവരുടെ ഈ ദുഃഖത്തിൽ അവരുടെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തിലേക്ക്, ആ വീട്ടിലേക്ക്, ആ ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളും അതുപോലെ ഇവിടുത്തെ മാനേജ്മെന്റും അധ്യാപകരും അവരെ ആ ദുഃഖം അറിയിക്കാൻ വേണ്ടി പോവുകയും ചെയ്യും. അവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന് ചെയ്തു തരാൻ വേണ്ടിയിട്ട് അതിന് ഞങ്ങൾ പിന്നെ വീണ്ടും ഞായറാഴ്ച കൂടിയിട്ട് തക്കതായിട്ടുള്ള ഒരു നഷ്ടപരിഹാരം അവർക്ക് കിട്ടണം എന്ന് ഞങ്ങൾ ബാധിച്ചിട്ടുണ്ട്. അത് നേടിക്കൊടുക്കുക തന്നെ ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ. ഈ സ്കൂളിലെ ടീച്ചർമാരുമായിട്ടോ അല്ലെങ്കിൽ ഇവിടെ ബാക്കിയുള്ള ആളുകളുമായിട്ടോ ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെ വിദ്യാർത്ഥികൾ, ഞങ്ങളുടെ കുട്ടികൾ ഇവിടെ നന്നായി പഠിക്കണം എന്ന് തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഇത് വന്നത്. പുറത്തുനിന്ന് ഇടപെട്ട എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അവർക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അഭിനന്ദനമുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഭാവിയാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് മൺഡേ തന്നെ സ്കൂള് തുറന്ന് പ്രവർത്തിക്കും. മാനേജ്മെന്റിന്റെ റൂളിംഗിൽ അവർക്ക് ചില പ്രഷർ കാരണം സംഭവിച്ചതാവാം. അപ്പൊ അവരെ കൂടി കേൾക്കാനുള്ള ഒരു അവസരം കൂടി സൺഡേ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സെന്റ് ഡൊമിനിക്കിന്റെ സൺഡേ ആണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ഇത്രയും നാള് പോലെയല്ല ഇനിയുള്ള PTA വരാൻ പോകുന്നത്. വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് കുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പിന്നെ അവര് ഒരിക്കലും മെന്റലി ഹരാസ് ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇനി സ്കൂളിൽ നിന്ന് ഉണ്ടാവില്ല എന്ന് മാനേജ്മെന്റ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ വരുന്ന ഏത് ടീച്ചറാണെങ്കിലും ഏത് സ്റ്റാഫാണെങ്കിലും ഉടനടി നടപടി എടുക്കുമെന്ന് മാനേജ്മെന്റ് ഞങ്ങളോട് അറിയിച്ചിട്ടുണ്ട്. നല്ലൊരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ ഇനി സെന്റ് ഡൊമിനിക് സ്കൂളിൽ ക്രിയേറ്റ് ആവും. നല്ല സ്കൂള് നമ്മുടെ കൂടെ, ഞങ്ങൾ എന്നും ഞങ്ങളുടെ സ്കൂളിന്റെ ഭാഗമാണ്. ഒരിക്കലും ഒരാൾക്കും സെന്റ് ഡൊമിനിക്കിനെ താഴ്ത്തിക്കെട്ടാൻ ഇനി അവസരമില്ല. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലേക്ക് AISFന്റെ നേതൃത്വത്തിലും മാർച്ച് നടത്തി. മാർച്ച് സ്കൂളിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് AISF മുൻ സംസ്ഥാന സെക്രട്ടറി P. കബീർ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ, CPI മണ്ഡലം കമ്മിറ്റി അംഗം ആലുംകുണ്ടിൽ രാധാകൃഷ്ണൻ എന്നിവരും നേതൃത്വം നൽകി. പെൺകുട്ടിയുടെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. പഠിക്കുവാനും പോരാടാനും പഠിക്കുവാനും പോരാടാനും പഠിക്കുവാനും പോരാടാനും പഠിക്കുവാനും പോരാടാനും വിദ്യാർത്ഥികൾ പ്രസ്ഥാനം വിദ്യാർത്ഥികൾ പ്രസ്ഥാനം വിദ്യാർത്ഥികൾ പ്രസ്ഥാനം വിദ്യാർത്ഥികൾ പ്രസ്ഥാനം AISF സിന്ദാബാദ് AISF സിന്ദാബാദ് AISF സിന്ദാബാദ് AISF സിന്ദാബാദ്. നമുക്കറിയാം, ഈ സ്കൂളിനെതിരെ എത്രയോ തവണ ഇതുപോലെയുള്ള നിരവധിയായ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തതും ആത്മഹത്യക്ക് ശ്രമിച്ചതും വിദ്യാർത്ഥികൾ വലിയ രൂപത്തിൽ മാനസിക വിഷമത്തിലേക്ക് പോയതുൾപ്പെടെയുള്ള നിരവധിയായ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ
സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് AISF പ്രധാനമായും ഉന്നയിക്കുന്നത് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റിന് കൃത്യമായ നിയന്ത്രണം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു NOC കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ പൈസയുള്ള ഏത് മുതലാളിക്കും ഏത് മാനേജ്മെന്റിനും കേരളത്തിൽ ഇത്തരത്തിലുള്ള സ്കൂളുകൾ തുടങ്ങാൻ വേണ്ടി സാധിക്കും. അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇവിടെ വിദ്യാഭ്യാസ സമ്പ്രദായം നടത്തുവാൻ വേണ്ടി കഴിയും. നമുക്കറിയാം NCERT സിലബസിന്റെ ഭാഗമായി CBSE സിലബസാണ്. ഇത്തരത്തിലുള്ള സ്കൂളുകളിലെല്ലാം തന്നെ വ്യാപകമായി ഇത്തരത്തിലെതിരെ വിദ്യാർത്ഥികൾക്കെതിരെ ചൂഷണം നടക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അധ്യാപകർക്കെതിരെയും വലിയ ചൂഷണങ്ങൾ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾ ഈ സമരത്തിലൂടെ ഏറ്റവും പ്രധാനമായി കേരളത്തിലെ ഗവൺമെന്റിനോട് പറയുവാനുള്ളത് ഈ സ്കൂളിന്റെ NOC റദ്ദ് ചെയ്തുകൊണ്ട് ഈ സ്കൂളിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കൃത്യമായ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ട് ഈ ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കാത്ത രൂപത്തിൽ ഈ സ്കൂൾ പൂട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമം കേരളത്തിന്റെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നുള്ളതാണ്. മറ്റൊന്ന്, ഇത്തരത്തിലുള്ള സ്കൂളുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, മാനേജ്മെന്റുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിയമനിർമ്മാണം നടത്താൻ വേണ്ടി കേരളത്തിലെ ഗവൺമെന്റും നിയമസഭയും തയ്യാറാവണം. അടിയന്തരമായി ഇവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, ഇവിടെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇടപെടുന്നതിന് വേണ്ടി അടിയന്തരമായി ഓർഡിനൻസ് കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കണമെന്ന് ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുകയാണ്. അതുപോരാ, ഇത് കുറ്റം ചെയ്തവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തുകൊണ്ട്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റത്തിന് കേസെടുത്തുകൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കണം. അടിയന്തരമായി അവരെ അറസ്റ്റ് ചെയ്യാൻ ഇവിടുത്തെ പോലീസ് അധികാരികൾ തയ്യാറാവണം. ആത്മഹത്യാ പ്രേരണയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ഈ പോലീസ് അധികാരികൾ, ഞങ്ങളിങ്ങനെ വിദ്യാർത്ഥികൾ ഇവിടെ പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ ഇവിടെ ബാരിക്കേഡ് വെച്ചുകൊണ്ട്, ലാത്തി വെച്ചുകൊണ്ട് ഞങ്ങളെ തടയുന്ന ചങ്കൂറ്റം അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നിന്നുകൊണ്ട് ഈ അധികാരികളെ, ഇതിന് കാരണക്കാരായവരെ അറസ്റ്റ് ചെയ്യാൻ ഈ ഉശിരി കാണിക്കണമെന്നാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് AISFന് ഈ സമരത്തിലൂടെ സൂചിപ്പിക്കാനുള്ളത്. ആത്മഹത്യ ചെയ്ത സ്കൂൾ വിദ്യാർത്ഥിനി ആശ്രിനന്ദയുടെ മാതാപിതാക്കളെ KTDC ചെയർമാൻ PK ശശിയും K പ്രേംകുമാർ MLAയും സന്ദർശിച്ചു. വിഷയം മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് PK ശശിയും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തുമെന്ന് K പ്രേംകുമാർ MLAയും പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 11:30ഓടെയാണ് KTDC ചെയർമാൻ PK ശശിയും K പ്രേംകുമാർ MLAയും ആശ്രിനന്ദയുടെ വീട്ടിലെത്തിയത്. കുട്ടിക്കും തങ്ങൾക്കും സ്കൂളിൽ വെച്ചുണ്ടായ മോശമായ അനുഭവങ്ങൾ മാതാപിതാക്കൾ ഇരുവരുമായി പങ്കുവച്ചു. വിഷയം മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് KTDC ചെയർമാൻ PK ശശി പറഞ്ഞു. 9ൽ പഠിക്കുന്ന 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയെ 8th സ്റ്റാൻഡേർഡിലേക്ക് തരം താഴ്ത്താനുള്ള തീരുമാനത്തിന് അംഗീകാരം ഞങ്ങൾ സമ്മതമാണ് എന്ന് ഈ കുട്ടിയെ കൊണ്ട് നിർബന്ധിച്ചെഴുതി വാങ്ങി സ്കൂൾ അധികൃതർ. മാത്രമല്ല, ഈ കുട്ടിയുടെ അമ്മയിൽ നിന്ന് ഇങ്ങനെ ഒരു കത്ത് വാങ്ങി. സ്വാഭാവികമായിട്ടും ഈ കത്ത് കിട്ടിയില്ലെങ്കിൽ ആ കുട്ടിക്ക് അവിടെ തുടർന്ന് പഠിക്കാൻ സാധിക്കാതെ വരുമോ, തുടർന്ന് പരീക്ഷ എഴുതാൻ സാധിക്കാതെ വരുമോ എന്നുള്ള ആശങ്ക. ഈ ഒപ്പിടാൻ ഇതിന് ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞ് ഒപ്പിടാൻ ഈ അമ്മയെ നിർബന്ധിതമാക്കിയിരിക്കാം. എന്തായാലും കനത്ത ഫീസാണ് ഈ സെന്റ് ഡൊമിനിക്സിലൊക്കെ വാങ്ങുന്നത്. അതുപോട്ടെ, മറ്റൊരു വിഷയമാണ്. പക്ഷെ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് സാധാരണഗതിയിൽ കിട്ടേണ്ട ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ ആ സ്കൂൾ അധികൃതർ തയ്യാറാകണ്ടേ? ഈ സംഭവം അറിഞ്ഞ ഉടനെ ഇന്നലെ രാത്രി തന്നെ ഞാൻ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ PS-നെ ഞാൻ വിളിച്ചു. തുടർന്നതിന് ശേഷം നേരിട്ട് വിളിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞ് നേരിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഈ പരാതികൾ എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഇവിടെ നിന്ന് പോയതിന് ശേഷം ഞാൻ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തും. കുറ്റക്കാർക്കെതിരെ തക്കതായ നടപടി സ്വീകരിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തും. വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും K പ്രേംകുമാർ MLA പറഞ്ഞു. പ്രാദേശിക നേതാക്കളും ഇവർക്കൊപ്പമുണ്ടായിരുന്നു. ഏറ്റവും സങ്കടവും പ്രയാസവുമൊക്കെ കുടുംബത്തിനും നാടിനും നൽകിയിട്ടുള്ള ഈ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരായി തക്കതായ നടപടി സ്വീകരിക്കുന്നതിനുള്ള ഇടപെടൽ MLA എന്ന നിലയിലുണ്ടാകും. എന്താണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യമുണ്ടെങ്കിൽ ഏത് നിലയിലാണത് സാധ്യമാവുക എങ്കിൽ ആ അന്വേഷണം നടത്തേണ്ടതുണ്ട്. കുറ്റക്കാർക്കെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനുള്ള വലിയ ജാഗ്രത നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന്, ഭരണ സംവിധാനത്തിൻ്റെ എല്ലാം ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ പ്രതികരിക്കുകയാണ്. ശ്രീകൃഷ്ണപുരത്ത് മറ്റൊരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. വലമ്പിലി മംഗലം മഠത്തിൽ വീട്ടിൽ അനീഷിൻ്റെയും അനിതയുടെയും മകൻ 17 വയസ്സുള്ള അനിരുദ്ധാണ് മരിച്ചത്.
ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ്. വീടിനകത്ത് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ അനിരുദ്ധിനെ സ്വകാര്യ ക്ലിനിക്കിലും തുടർന്ന് മണ്ണാക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നും മേൽപ്പാലത്തിന് സമീപത്തെ കുഴികൾ അടച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് അങ്ങാടിപ്പുറം വഴിയോടുന്ന സ്വകാര്യ ബസ്സുകൾ പണിമുടക്ക് നടത്തി. അതേസമയം സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയിട്ടും അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് സാധാരണ നിലയിലായിരുന്നു. ബസ് ഉടമകളുമായും തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായും അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് NM മെഹർ അലി നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. പണിമുടക്ക് വെള്ളിയാഴ്ചയും തുടരും. CITUവിന്റെ നേതൃത്വത്തിലുള്ള മലപ്പുറം ജില്ലാ ബസ് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലാണ് അങ്ങാടിപ്പുറത്തെ ഗതാഗത പ്രശ്നം ഉന്നയിച്ച് അനിശ്ചിതകാല ബസ് സമരം ആരംഭിച്ചത്. മേൽപ്പാലത്തിന് സമീപത്തെ റോഡ് തകർന്ന് കുണ്ടും കുഴികളും രൂപാന്തരപ്പെട്ടതിനാൽ നിത്യവും ഇവിടെ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഇത് കാരണമുള്ള ട്രിപ്പ് മുടക്കവും സാമ്പത്തിക പ്രതിസന്ധിയും ചൂണ്ടിക്കാട്ടിയാണ് സ്വകാര്യ ബസ് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പണിമുടക്കിയത്. കോഴിക്കോട് പാലക്കാട് ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെ പണിമുടക്കി. ബസ് ഉടമ സംഘവും തൊഴിലാളികളുടെ സമരത്തിന് പിന്തുണ നൽകി. അതേസമയം സ്വകാര്യ ബസ്സുകൾ ഓടാതിരുന്നിട്ടും അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കിന് ഒരു കുറവുമുണ്ടായില്ല. ജൂബിലി റോഡ് ജംഗ്ഷൻ മുതൽ ഒരാടം പാലം വരെ ചില സമയങ്ങളിൽ വാഹനങ്ങളുടെ നീണ്ട നിര കാണാമായിരുന്നു. രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അങ്ങാടിപ്പുറത്ത് അനുഭവപ്പെട്ടത്. മേൽപ്പാലത്തിന് സമീപത്തെ റോഡ് തകർന്ന് ചെളിക്കുളമായ ഭാഗത്ത് ഇന്റർലോക്ക് കട്ടകൾ പതിപ്പിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് അനുമതി ലഭിച്ചതാണ്. എന്നാൽ ഇതിൻ്റെ പ്രവൃത്തി നീണ്ടുപോവുകയായിരുന്നു. സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയതോടെ നിരവധി യാത്രക്കാർ വലഞ്ഞു. വൈകിട്ട് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് NM മെഹർ അലി ബസ് ഉടമ സംഘം ഭാരവാഹികളുമായും തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. വെള്ളിയാഴ്ചയും സമരം തുടരാനാണ് ബസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും തീരുമാനം. അതേസമയം റോഡ് തകർന്ന ഭാഗത്ത് ഇന്റർലോക്ക് കട്ടകൾ പതിക്കുന്ന പ്രവൃത്തിക്ക് ദേശീയപാതയിൽ യാത്രാ നിയന്ത്രണവും ഗതാഗത പരിഷ്കരണം നടപ്പാക്കുന്നതുമായും ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച രാവിലെ ജില്ലാ കളക്ടർ യോഗം വിളിച്ചിട്ടുണ്ട്. മഞ്ഞളാംകുഴിയാലി MLA മുൻകൈയെടുത്താണ് യോഗം വിളിച്ചിട്ടുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. സർക്കാർ, അർദ്ധ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കും സ്കൂൾ സ്റ്റേഷനറി, ഗ്രോസറി ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ നൽകി വ്യാജരേഖകൾ ചമച്ച് 35 ലക്ഷം രൂപയോളം തട്ടിയെടുത്ത പ്രതിയെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. പുലാമന്തോൾ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ത്രിവേണി സൂപ്പർ മാർക്കറ്റിലെ യൂണിറ്റ് ഇൻചാർജിലുള്ള ദിവസവേതനക്കാരനായ വിനീതിനെയാണ് അറസ്റ്റ് ചെയ്തത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡിന്റെ കീഴിൽ പുലാമന്തോൾ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ത്രിവേണി സൂപ്പർ മാർക്കറ്റിലെ യൂണിറ്റ് ഇൻചാർജും ദിവസവേതനക്കാരനുമായ പട്ടിക്കാട് സ്വദേശി വിനീതിനെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിൽ പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ ഷിജോ സി തങ്കച്ചൻ, ഉദയൻ TP എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് വിനീതിനെ അറസ്റ്റ് ചെയ്തത്. 2022 ഒക്ടോബർ 1 മുതൽ 2025 ഏപ്രിൽ 11 വരെയുള്ള കാലയളവിൽ പ്രതി ക്രെഡിറ്റ് ബിൽ പ്രകാരവും വ്യാജമായി ക്രെഡിറ്റ് ബില്ല് ഉണ്ടാക്കിയും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പണം തട്ടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, പാതാക്കര PTM ഗവൺമെന്റ് കോളേജ്, മങ്കട ഗവൺമെന്റ് കോളേജ് എന്നീ സ്ഥാപനങ്ങളിലേക്കും സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കും മറ്റ് വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കും സ്കൂൾ സ്റ്റേഷനറി, ഗ്രോസറി ഉൽപ്പന്നങ്ങളും നൽകിയിരുന്നു. ഈ സ്ഥാപനങ്ങളിൽ നിന്നും ഗൂഗിൾ പേ വഴിയും പ്രതിയുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പണം അയപ്പിച്ചു. പ്രതി നേരിട്ടെത്തി പണം കൈപ്പറ്റിയ ശേഷം ആ തുകകൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡിന്റെ അക്കൗണ്ടിലേക്ക് അടയ്ക്കാതെ സ്വന്തം സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു. ഇത്തരത്തിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷനിൽ നിന്നും പ്രതി 34,67,432 രൂപ തട്ടിയെടുത്തതായും പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും വ്യക്തമായതായി പോലീസ് പറഞ്ഞു. തുടർന്ന് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതിയെ പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ പുതിയ റോഡിന് സമീപം സ്വകാര്യ ബസ് KSRTC ബസ്സിന് പിറകിലിടിച്ച് അപകടം. സ്വകാര്യ ബസ്സിലെ യാത്രക്കാരന് പരിക്കേറ്റു. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിയോടെയായിരുന്നു അപകടം ഉണ്ടായത്. പട്ടാമ്പി ഭാഗത്തേക്ക് നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുകയായിരുന്ന KSRTC ബസ് പുതിയ റോഡിന് സമീപം എതിരെ തെറ്റായ ദിശയിൽ കാർ വന്നതിനെ തുടർന്ന് പെട്ടെന്ന് നിർത്തിയതോടെ പിറകിൽ വന്ന സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. പട്ടാമ്പിയിൽ നിന്നും വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുകയായിരുന്നു സ്വകാര്യ ബസ്. അപകടത്തിൽ സ്വകാര്യ ബസ്സിലെ യാത്രക്കാരന് നിസ്സാര പരിക്കുപറ്റി. അപകടത്തെ തുടർന്ന് പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കൊപ്പം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഇടവേള. വാർത്തകൾ തുടരുന്നു. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. കാവശ്ശേരി കഴനി എരംകുളം സ്വദേശിയായ 21 വയസ്സുകാരൻ പ്രണവാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ആലത്തൂർ ഗായത്രി പുഴയിൽ പ്രണവിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു. 3 ദിവസമായി ഫയർഫോഴ്സ്, സ്കൂബ ടീം ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഗായത്രി പുഴയിൽ തിരച്ചിൽ നടത്തിയിരുന്നു. വ്യാഴാഴ്ച രാവിലെ പട്ടാമ്പി നിള ആശുപത്രിക്ക് പുറകുവശത്തായിട്ടാണ് ഭാരതപ്പുഴയിൽ മൃതദേഹം കണ്ടെത്തിയത്.
കനത്ത മഴയിൽ പുഴയിൽ ജലനിരപ്പ് ഉയർന്നപ്പോൾ ഒഴുക്കിൽ മൃതദേഹം ഒഴുകി വന്നതാകാമെന്നാണ് നിഗമനം. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം ആലത്തൂരിൽ നിന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തിയാണ് തിരിച്ചറിഞ്ഞത്. ആലത്തൂർ SN കോളേജ് 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് പ്രണവ്. കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കിക്ക് ഡ്രഗ്സ് സന്ദേശയാത്രയ്ക്ക് പെരിന്തൽമണ്ണയിൽ ആവേശോജ്വല സ്വീകരണം. പെരിന്തൽമണ്ണ ടൗൺ സ്ക്വയറിൽ നൽകിയ സ്വീകരണ ചടങ്ങിലും മാരത്തോണിലും വാക്കത്തോണിലും കനത്ത മഴയെ അവഗണിച്ച് നിരവധി പേർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സ്പോർട്സ് ആണ് ലഹരി എന്ന മുദ്രാവാക്യമുയർത്തിയാണ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ കിക്ക് ഡ്രഗ്സ് സന്ദേശയാത്ര നടത്തിയത്. എല്ലാ ജില്ലകളിലും നിരവധി പേർ യാത്രയുടെ ഭാഗമായി. 16 ലക്ഷത്തിലധികം പേർ ഓൺലൈനിലൂടെയും യാത്രയോടൊപ്പം ചേർന്നു. മന്ത്രിയുടെ ലഹരി വിരുദ്ധ യാത്രയ്ക്ക് ആവേശകരമായ സ്വീകരണമാണ് പെരിന്തൽമണ്ണയിൽ നൽകിയത്. വലിയ പിന്തുണയും പ്രതികരണവുമാണ് കിക്ക് ഡ്രഗ്സ് സന്ദേശയാത്രയിലൂടെ ലഭിച്ചതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ലഹരി മാഫിയയെ പിടികൂടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്രങ്ങൾ തകർക്കാൻ നമുക്ക് കഴിഞ്ഞു. അന്യ സംസ്ഥാനത്ത് പോയി പോലും ലഹരി ഉൽപാദന കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്താൻ കേന്ദ്രങ്ങൾ തകർക്കാൻ നമ്മുടെ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിപുലമായ പ്രവർത്തനമാണ്. ഇന്ന് ലഹരി ലഭ്യമാകുന്നത് റെയറായിട്ടാണ്. വലിയ തോതിൽ കേരളത്തിലേക്ക് പ്രവർത്തിക്കുന്ന ലഹരിയെ ചെറുക്കാൻ നമുക്ക് കഴിഞ്ഞു. ചെക്ക് പോസ്റ്റുകൾ, വിമാനത്താവളങ്ങൾ, ബസ് സ്റ്റാൻഡുകളൊക്കെ തന്നെ സമയാസമയങ്ങൾ റെയ്ഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ പ്രവർത്തനം വിജയിപ്പിച്ചത്. പക്ഷേ ഇത് ഇവിടെ നിർത്താൻ കഴിയില്ല. നമ്മുടെ യുവാക്കളെ കായിക പ്രവർത്തനത്തിലേക്ക് ആകർഷിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് കായിക വകുപ്പ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്നിവിടെ ഈ മാരകമായ ലഹരിക്കെതിരായുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ നമ്മുടെ പ്രിയപ്പെട്ട പൊതുസമൂഹത്തിന് ഈ അവസരത്തിൽ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നജീബ് കാന്തപുരം MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പരിപാടിയുടെ ഭാഗമായി നഗരത്തിൽ നടത്തിയ മാരത്തോൺ പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി ഫ്ലാഗ് ഓഫ് ചെയ്തു. ടൗൺ സ്ക്വയറിൽ നിന്നുമാണ് മാരത്തോൺ ആരംഭിച്ചത്. 10.8 കിലോമീറ്ററായിരുന്നു മാരത്തോൺ. സ്വീകരണവേദിയിൽ നിന്നും നഗരം ചുറ്റി വാക്കത്തോണും നടത്തി. നഗരസഭാ ചെയർമാൻ P. ഷാജി, ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ അംഗം V. രമേശൻ, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U. ഷറഫ് അലി, വൈസ് പ്രസിഡന്റ് MR. രഞ്ജിത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് രഞ്ജു സുരേഷ്, KC. ലേഖ, ADM NM. മെഹർ അലി, ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ K. മനോഹരകുമാർ, C. സുരേഷ്, P. ഹൃഷികേശ് കുമാർ, അബ്ദുൽ നാസർ, സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി VR. അർജുൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ യൂത്ത് കോർഡിനേറ്റർ K. ശ്യാംപ്രസാദ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലഹരിവിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായി നടത്തിയ മാരത്തോണിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ദിയ ഫാത്തിമയും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അമീനും ജേതാക്കളായി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ അഞ്ജു കൃഷ്ണ, M. അർച്ചന എന്നിവർ 2-3 സ്ഥാനങ്ങൾ നേടി. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ജസീൽ, TR സുജിത്ത് എന്നിവരാണ് 2-3 സ്ഥാനങ്ങളിലെത്തിയത്. ജേതാക്കൾക്ക് മന്ത്രി വി അബ്ദുറഹ്മാൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ആദ്യ 3 സ്ഥാനം നേടിയവർക്ക് യഥാക്രമം 15,000, 10,000, 7,500 രൂപ വീതവും 3 മുതൽ 10 വരെ സ്ഥാനം നേടിയവർക്ക് 2,000 വീതവുമായിരുന്നു സമ്മാനം. മാതൃകാപരമായി സ്ത്രീകളെ സംരക്ഷിക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി J. ചിഞ്ചുറാണി. CPI പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ഒറ്റപ്പാലത്ത് നടന്ന വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അടിയന്തരമായി നടപടിയെടുക്കുന്ന സർക്കാരാണ് കേരളത്തിൽ ഉള്ളതെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് എവിടെ ചെന്നാലും, ഏത് ത്രിതല പഞ്ചായത്തുകളിൽ ചെന്നാലും അവരൊക്കെ തന്നെ സംരംഭകരായി മാറുവാനും ആ പഞ്ചായത്തുകളുടെ ഒക്കെ തന്നെ ഒട്ടേറെ പ്രവർത്തനത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുവാൻ അത്തരത്തിലുള്ള സ്ത്രീകളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരുവാൻ കഴിയും. അവരാണ് അഗതികളായിട്ടുള്ള സ്ത്രീകളെ സമൂഹത്തിൽ സംഘടിപ്പിക്കുവാൻ, അവർക്കൊക്കെ ആശ്രയ കേന്ദ്രങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കുവാൻ. ഇന്ന് അതോടൊപ്പം തന്നെ നമുക്കറിയാം നിരവധി വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അവരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരുവാൻ, അവർക്കൊക്കെ സ്ഥാപനങ്ങൾ നേടിയെടുക്കുവാൻ ഇന്ന് ഗവൺമെൻറ് കുടുംബശ്രീ വഴി തന്നെ പ്രത്യേക പദ്ധതികൾ രൂപപ്പെടുത്തി മുന്നോട്ട് വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതൊക്കെ കേരളത്തിനെ സംബന്ധിച്ചിടത്ത് നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു ഗവൺമെൻറ് എന്ന് വേണമെങ്കിൽ പറയും. ഈസ്റ്റ് മനുശ്ശേരി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വനിതാ സംഗമം സംഘടിപ്പിച്ചത്. കേരള മഹിളാ സംഘം ജില്ലാ പ്രസിഡന്റ് A. പ്രഭാവതി അധ്യക്ഷയായി. മികച്ച ക്ഷീരകർഷക മഞ്ജു ഹരിദാസ്, മികച്ച കുട്ടി കർഷക KP. അനാമിക തുടങ്ങിയവരെ മന്ത്രി ആദരിച്ചു. CPI ജില്ലാ സെക്രട്ടറി KP. സുരേഷ് രാജ്, കേരള മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്, സംസ്ഥാന കമ്മിറ്റി അംഗം ജ്യോതി വാസൻ, മഹിളാ സംഘം ഭാരവാഹികളായ അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ, ചെർപ്പളശ്ശേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ കമലം, പറളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേണുക, കേരള മഹിളാ സംഘം ജില്ലാ ഖജാൻജി പ്രസന്ന വിജീഷ്, CPI സംസ്ഥാന കൗൺസിൽ അംഗം OK. സേതലവി, മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി P. വിജയകുമാർ തുടങ്ങിയവരും സംസാരിച്ചു. ജൂലൈ 18, 19, 20 തീയതികളിലായി വടക്കഞ്ചേരിയിൽ വച്ചാണ് CPI പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കുന്നത്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിപത്തിനെതിരെ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. SBI ജംഗ്ഷൻ മുതൽ ഹൈസ്കൂൾ മൈതാനം വരെ നടന്ന റാലിയിൽ 200ഓളം പേർ പങ്കെടുത്തു.
സമാപന സമ്മേളനം കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം സ്റ്റേഷൻ ASI P പ്രമോദ് ഫ്ലാഗ് ഓഫ് ചെയ്ത റാലിയിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക പരിശീലനം നേടുന്ന വിദ്യാർത്ഥികളോടൊപ്പം ശ്രീകൃഷ്ണപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, VTB കോളേജ് എന്നിവിടങ്ങളിലെ NSS യൂണിറ്റുകളും ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, കുടുംബശ്രീ CDS അംഗങ്ങൾ എന്നിവരും പങ്കാളികളായി. സമാപന സമ്മേളനം കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്ന് പറയുന്നതും അത്തരത്തിലുള്ള ഒന്നാണ്. എല്ലാറ്റിനോടും നോ എന്ന് പറയാൻ പഠിപ്പിക്കുന്നതിന് പകരം സ്പോർട്സിനോട് യെസ് എന്ന് പറയാനുള്ള മനോഭാവം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുക, നെഗറ്റീവ് എനർജിക്ക് പകരം പോസിറ്റീവ് എനർജി നമ്മുടെ സമൂഹത്തിന് നൽകുക. വിശേഷിച്ച് വിദ്യാർത്ഥികളിൽ, ചെറുപ്പക്കാരിലെല്ലാം എനർജിയുടെ നിറകുടങ്ങളാണ്. അത്രമാത്രം ഊർജം ഓരോ കുട്ടികളിലും ഉണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക, വൈസ് പ്രസിഡന്റ് M. സുകുമാരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K. സുമതി, C. ഹരിദാസൻ, M. ഗിരിജ, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ PS. ആര്യ, P. ആശിഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ P. ജയകൃഷ്ണൻ, പ്രധാനാധ്യാപിക KB. സുനിതാകുമാരി എന്നിവർ സംസാരിച്ചു. യുദ്ധഭീതിയുടെയും വ്യോമയാന നിയന്ത്രണങ്ങളുടെയും ആശങ്കകൾക്കിടയിലും ഹജ്ജ് തീർത്ഥാടകർ തിരികെ എത്തി തുടങ്ങി. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോയവരുടെ ആദ്യ വിമാനം ബുധനാഴ്ച വൈകിട്ട് കരിപ്പൂരിൽ ഇറങ്ങി. ആദ്യ വിമാനത്തിലെ ഹാജിമാർക്ക് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. 170 ഹജ്ജ് തീർത്ഥാടകരാണ് ആദ്യ വിമാനത്തിൽ കോഴിക്കോട് എത്തിയത്. തിരിച്ചെത്തിയ ആദ്യ സംഘത്തിൽ 76 പുരുഷന്മാരും 94 സ്ത്രീകളും ഉണ്ടായിരുന്നു. കരിപ്പൂരിലെത്തിയ ആദ്യ വിമാനത്തിലെ ഹാജിമാർക്ക് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൃദ്യമായ സ്വീകരണമാണ് നൽകിയത്. ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോടിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. അഡ്വക്കേറ്റ് PTA റഹീം MLA സംസംജലം വിതരണം ചെയ്തു. തീർത്ഥാടകരുടെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയത്. ലഗേജുകൾ സുഗമമായി കൈകാര്യം ചെയ്യുന്നതിനും ഓരോ തീർത്ഥാടകനും 5 ലിറ്റർ വീതം സംസംജലം നൽകുന്നതിനുമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. വിശ്രമത്തിന് പ്രത്യേക ഇരിപ്പിടങ്ങളും കുടിവെള്ളം, റിഫ്രഷ്മെന്റ് സൗകര്യങ്ങളും ഒരുക്കി. ആദ്യ വിമാനത്തിലെ ഹാജിമാരുടെ സ്വീകരണ ചടങ്ങിൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട്, അഡ്വക്കേറ്റ് PTA റഹീം MLA, എയർപോർട്ട് ഡയറക്ടർ മുനീർ മാടമ്പാട്ട്, CISF കമാൻഡന്റ് ശങ്കർ റാവു ബൈറെഡ്ഡി, ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഓപ്പറേഷൻസ് സുനിത വർഗീസ്, ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ ഉമർ ഫൈസി മുക്കം, അഡ്വക്കേറ്റ് P. മൊയ്തീൻകുട്ടി, അസ്കർ കോറാട്, അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ K. കക്കൂത്ത്, നോഡൽ ഓഫീസർ അസൈൻ PK, മുഹമ്മദ് ഷഫീഖ്, യൂസഫ് പടനിലം എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ, നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങൾ വഴിയും ഹാജിമാർ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഒറ്റപ്പാലം കണ്ണിയമ്പുറം വിദ്യാനഗറിൽ അമൃത വിദ്യാലയത്തിനടുത്ത് വീട്ടുവളപ്പിൽ നിന്നും അക്രമകാരിയായ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. മങ്കടയിൽ നിന്നുള്ള അലി നെല്ലേങ്കരയുടെ നേതൃത്വത്തിലുള്ള ഷൂട്ടർമാരുടെ സംഘമാണ് പന്നിയെ വെടിവെച്ചു കൊന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി വീട്ടുവളപ്പിൽ കണ്ട കാട്ടുപന്നിയെയാണ് വെടിവെച്ചു കൊന്നത്. കൃഷിനാശം വരുത്തുകയും അക്രമ സ്വഭാവം കാണിക്കുകയും ചെയ്തതോടെ വീട്ടുകാർ വാർഡ് കൗൺസിലർ സതീദേവിയെ അറിയിക്കുകയായിരുന്നു. കൗൺസിലർ നഗരസഭയെയും ഫോറസ്റ്റ് അധികൃതരെയും വിവരമറിയിച്ചു. തുടർന്നാണ് ഫോറസ്റ്റ് റേഞ്ചറുടെ നിർദ്ദേശപ്രകാരം മങ്കടയിൽ നിന്നുള്ള അംഗീകൃത ഷൂട്ടർമാരായ അലി നെല്ലേങ്കരയുടെ നേതൃത്വത്തിലുള്ള സംഘം ഒറ്റപ്പാലത്തെത്തി കാട്ടുപന്നിയെ വെടിവെച്ചത്. തുടർന്ന് നഗരസഭയിലെ ഹെൽത്ത് വിഭാഗം ജീവനക്കാരെത്തി പന്നിയെ സംസ്കരിച്ചു. ദേവകുമാർ, VJ തോമസ്, ഷാൻ KP തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പന്നിയെ വെടിവെച്ചത്. കൂടാതെ കാടിനുള്ളിൽ നിന്നും കാട്ടുപന്നിയെ കണ്ടെത്താൻ പ്രത്യേക പരിശീലനം ലഭിച്ച 2 നായ്ക്കളുമുണ്ടായിരുന്നു. പ്രദേശത്ത് കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമാണെന്നും വാർഡ് കൗൺസിലർ സതീദേവി അറിയിച്ചു. പെരിന്തൽമണ്ണ റോട്ടറി ക്ലബ്ബ് വിവിധ സാമൂഹ്യ സേവന പദ്ധതികൾ പ്രഖ്യാപിച്ചു. പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം 27 വൈകിട്ട് റോട്ടറി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2025-2026 വർഷത്തേക്കുള്ള പെരിന്തൽമണ്ണ റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ ജൂൺ 27 വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് റോട്ടറി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സ്ഥാനമേൽക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ MV മോഹൻദാസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഡോക്ടർ കാസിം കൊളക്കാടനാണ് നിയുക്ത പ്രസിഡന്റ്. V. പ്രസാദാണ് നിയുക്ത സെക്രട്ടറി. 1988 അഡ്വക്കേറ്റ് TP അബുവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പെരിന്തൽമണ്ണ റോട്ടറി ക്ലബ്ബ് 37 വർഷത്തിനിടെ നിരവധി സാമൂഹ്യ സേവന പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. 1988 സ്ഥാപിതമായ പ്രസ്ഥാനം, ഈ റോട്ടറി മൂവ്മെന്റ് ശരിക്കും പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പെരിന്തൽമണ്ണയുടെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ, വിദ്യാഭ്യാസം, ആരോഗ്യ മേഖലകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ക്ലബ്ബ് ഒരു NGO എന്ന നിലയിൽ വലിയ അവകാശവാദങ്ങളല്ല പറയുന്നത്, എന്നാൽ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട്, അത് റോട്ടറിയുടെ ഒരു മുഖമുദ്രയാണ്. പെരിന്തൽമണ്ണ റോട്ടറി ക്ലബ്ബ് അത് നന്നായി നിർവഹിച്ചിട്ടുണ്ട്. 1988 പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറി നിർമ്മിച്ചുകൊണ്ടായിരുന്നു തുടക്കം. പോളിയോ നിർമ്മാർജ്ജനം, സൗജന്യ സ്തനാർബുദ നിർണയം, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ക്യാൻസർ നിർണയം, വൈകല്യ നിവാരണ ശസ്ത്രക്രിയകൾ, ഏർലി ഇന്റർവെൻഷൻ സെന്റർ,
ഡയാലിസിസ് കിറ്റുകളുടെ വിതരണം, രോഗപ്രതിരോധ ബോധവൽക്കരണം, പരിസ്ഥിതി ജലസംരക്ഷണം, വിദ്യാലയങ്ങളിലെ പശ്ചാത്തല സൗകര്യ വികസനം തുടങ്ങിയ വിവിധ പദ്ധതികൾ ഇതിനകം റോട്ടറി ക്ലബ്ബ് നടപ്പാക്കി. പെരിന്തൽമണ്ണ റോട്ടറി ക്ലബ്ബ് നടപ്പാക്കുന്ന പുതിയ പദ്ധതികളും വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. നഗരസഭയുമായി സഹകരിച്ച് വിവിധയിടങ്ങളിൽ ബ്യൂട്ടി സ്പോട്ടുകൾ നിർമ്മിക്കും. ഈ പദ്ധതിയിൽ പ്രധാനപ്പെട്ടതാണ് കോഴിക്കോട് റോഡിലെ ജൂബിലി ജംഗ്ഷൻ ട്രാഫിക് റൗണ്ട് നവീകരണം. ജൂബിലി ജംഗ്ഷനിലെ ഒരു ട്രാഫിക് ഐലൻഡ് നവീകരിച്ച് മനോഹരമാക്കുന്ന ബ്യൂട്ടിഫിക്കേഷൻ നടത്തുന്ന ഒരു പദ്ധതി, അതാണ് നമ്മളൊരു സിഗ്നേച്ചർ പ്രോജക്റ്റ് ആയിട്ട് എടുക്കാൻ പോകുന്നത്. ഈ വർഷം അത് കംപ്ലീറ്റ് ചെയ്യും. അതിൽ ചെറിയ തടസ്സം എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിലൊരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ പണി ആരംഭിച്ചത്. അതൊന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ കമ്പനീയമായി ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ട് 100% അവിടെ പെർമനന്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിട്ട് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലഹരിക്കെതിരെ സ്കൂൾ കോളേജുകൾ കേന്ദ്രീകരിച്ച് ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തും. 50 യുവതി യുവാക്കൾക്ക് നൈപുണ്യ വികസന പരിശീലനം, ഗ്രാമീണ മേഖലയിൽ സൗജന്യ ശ്വാസകോശ രോഗനിർണയ ക്യാമ്പുകൾ, ആരോഗ്യം, പരിസ്ഥിതി, സോഫ്റ്റ് സ്കിൽ പരിശീലനം തുടങ്ങിയ പദ്ധതികൾ റോട്ടറി ക്ലബ്ബ് ഏറ്റെടുത്ത് നടപ്പാക്കുന്ന പുതിയ പദ്ധതികളാണ്. നിയുക്ത പ്രസിഡന്റ് ഡോക്ടർ കാസിം കുളക്കാടൻ, സെക്രട്ടറി വി പ്രസാദ്, പ്രോഗ്രാം കോർഡിനേറ്റർ PR നരേന്ദ്രദേവ്, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റഷീദ് ഊത്തക്കാടൻ, ലിയാഖത്ത് അലി ഖാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. വാണിജ്യ വാർത്തകൾ. ഈ പെരുമഴക്കാലത്ത് പെരിന്തൽമണ്ണ നെസ്റ്റോയിൽ ഓഫറുകളുടെ കൊടുംകാറ്റ്. വമ്പിച്ച ഓഫറുകളാണ് എല്ലാ സെക്ഷനുകളിലും ഉപഭോക്താക്കൾക്കായി നെസ്റ്റോയിൽ ഒരുക്കിയിരിക്കുന്നത്. പെരിന്തൽമണ്ണയിൽ വിലക്കുറവിൻ്റെ മഹാത്ഭുതം തീർത്ത് ഉപഭോക്താക്കൾക്ക് ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ച നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഓഫറുകളുടെ കൊടുങ്കാറ്റുമായാണ് ഈ മഴക്കാലത്ത് ഉപഭോക്താക്കളെ വരവേൽക്കുന്നത്. ഗ്രോസറീസ്, ഇലക്ട്രോണിക്സ്, ഫാഷൻ വെയേഴ്സ്, ഫുഡ് ഐറ്റംസ് തുടങ്ങി എല്ലാ സെക്ഷനുകളിലും വമ്പൻ ഓഫറുകളാണ് ജൂൺ 27 മുതൽ ജൂൺ 30 വരെ നെസ്റ്റോയിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. ഫ്രിഡ്ജ്, TV, AC, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ആക്സസറീസ്, ഗാഡ്ജറ്റുകൾ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഐറ്റംസുകളിലെല്ലാം നിരവധി ഓഫറുകളാണ് നെസ്റ്റോ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ മെൻസ്, ലേഡീസ് വസ്ത്രങ്ങളിലും 50% ഡിസ്കൗണ്ട് നെസ്റ്റോ ഒരുക്കിയിട്ടുണ്ട്. പുട്ടുപൊടി, അരി, സൂപ്പ് പൊടി തുടങ്ങിയ ഗ്രോസറി ഐറ്റംസുകളിലും വിലക്കുറവിൻ്റെ മഹാത്ഭുതമാണ് ഒരുക്കിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ നടക്കുന്ന ഈ ഓഫർ കൊടുങ്കാറ്റിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി നെസ്റ്റോ മാനേജ്മെന്റ് അറിയിച്ചു. നാളെ 27 തൊട്ട് 30-ാം തീയതി തിങ്കളാഴ്ച വരെ ഇവിടെ നെസ്റ്റോയിൽ ഗംഭീര പ്രൊമോഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്രൊമോ തൂഫാൻ എന്നുള്ള പേരിലാണ്, ശരിയായൊരു കൊടുങ്കാറ്റിനെയാണ്. അതുപോലെയുള്ള ഒരു പ്രൊമോഷനാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. മിക്കവാറും എല്ലാ പ്രൊഡക്ട്സിനും A to Z പ്രൊഡക്റ്റിന് പ്രൊമോ പ്രൈസിലാണ്. അത് 40-50% പ്രൊമോ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഗാർമെൻറ്റ്സ് നിങ്ങൾക്ക് 50% അപ് ടു 50% ഡിസ്കൗണ്ട്സിൽ കിട്ടും. എക്സാമ്പിൾസ് ആണെങ്കിൽ നമുക്ക് ഈ പുട്ടുപൊടി, നന്മ പുട്ടുപൊടിയൊക്കെ നമ്മൾ 370 രൂപയുടെ 229-നും, ടെലിവിഷൻ 60,900 പ്രൈസുള്ളത് 27,000 രൂപക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി ഷോർട്ട് ന്യൂസ്.
കൊപ്പം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം റേഡിയോ ആർട്ടിസ്റ്റും റിട്ടയർഡ് പ്രിൻസിപ്പലുമായ രാജീവ് കാറൽമണ്ണ നിർവഹിച്ചു. സ്കൂൾ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ പി അബ്ദുൽ നാസർ അധ്യക്ഷനായി. PTA പ്രസിഡന്റ് ടി കൃഷ്ണകുമാർ, SMC ചെയർമാൻ TK സാജിദ്, CV ദിനേഷ്, സിറോജ എന്നിവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. ജൂൺ 26 ലോക റെഫ്രിജറേഷൻ ദിനത്തോടനുബന്ധിച്ച് ചെർപ്പളശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിലെ എയർ കണ്ടീഷനുകളും റെഫ്രിജറേറ്ററുകളും HVACR എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സർവീസ് ചെയ്ത് നൽകി. അസോസിയേഷൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് റഫീഖ്, സെക്രട്ടറി രമേശ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷെഫീഖ്, ബിബിൻ എന്നിവർ പങ്കെടുത്തു. റെഫ്രിജറേഷൻ, എയർ കണ്ടീഷനിംഗ്, ഹീറ്റ് പമ്പ് വ്യവസായങ്ങളെക്കുറിച്ചുള്ള പൊതുജന അവബോധം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള അന്താരാഷ്ട്ര അവബോധ ക്യാമ്പയിനാണ് ലോക റെഫ്രിജറേഷൻ ദിനം. ഒറ്റപ്പാലം നെല്ലിക്കുറിശി GHS സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം കവി ഡോക്ടർ KP ബാലകൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു. പ്രധാനാധ്യാപകൻ അബ്ദുൾ ജലീൽ അധ്യക്ഷനായി. വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ വിജയൻ, അധ്യാപകരായ നിഷ, രാധാമണി, പ്രമിത, സുനിത എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സ്കൂളിൽ വിളിച്ചു ചേർത്ത യോഗത്തിലും സംഘർഷാവസ്ഥ. മാനേജ്മെന്റിനെതിരെ തുറന്നടിച്ച് രക്ഷിതാക്കൾ. സ്കൂളിലെ 2 ടീച്ചർമാരെ കൂടി പുറത്താക്കി. ബാലാവകാശ കമ്മീഷൻ വെള്ളിയാഴ്ച സ്കൂൾ സന്ദർശിക്കും. ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിനി ആശ്രിനന്ദയുടെ മാതാപിതാക്കളെ KTDC ചെയർമാൻ PK ശശിയും K പ്രേംകുമാർ MLAയും സന്ദർശിച്ചു. വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് PK ശശി. കുറ്റക്കാർക്കെതിരെ തക്കതായ നടപടി ഉറപ്പുവരുത്തുമെന്ന് K പ്രേംകുമാർ MLA. അങ്ങാടിപ്പുറത്തെ റോഡ് തകർച്ചയും ഗതാഗത കുരുക്കും. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഇതുവഴിയോടുന്ന സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി. ബസ്സുകാരുമായി ADM നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. പണിമുടക്ക് വെള്ളിയാഴ്ചയും തുടരും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കും സ്റ്റേഷനറി, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ നൽകി വ്യാജരേഖ ചമച്ച് 35 ലക്ഷം രൂപയോളം തട്ടിയെടുത്തയാൾ പെരിന്തൽമണ്ണയിൽ അറസ്റ്റിൽ. പുലാമന്തോൾ ത്രിവേണി സൂപ്പർമാർക്കറ്റിലെ ദിവസവേതനക്കാരൻ വിനീതാണ് അറസ്റ്റിലായത്. മാതൃകാപരമായി സ്ത്രീകളെ സംരക്ഷിക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി J. ചിഞ്ചുറാണി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ പ്രശ്നങ്ങളിൽ ശക്തമായ നടപടിയെടുക്കുന്ന സർക്കാരാണ് കേരളത്തിലേതെന്നും മന്ത്രി. ഗായത്രി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം ഭാരതപ്പുഴയിൽ നിന്നും കണ്ടെത്തി. പട്ടാമ്പിയിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. കാവശ്ശേരി കഴനി സ്വദേശി 21 വയസ്സുള്ള പ്രണവാണ് മരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.